എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അഫ്ഗാനി സ്റ്റൈൽ ചിക്കൻ പുലാവാണ്. വളരെ ടേസ്റ്റിയായ ഒരു പുലാവാണിത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി തന്നെ ചിക്കൻ എടുക്കുക. ഇതിൽ നിന്ന് നമുക്ക് സ്റ്റോക്ക് എടുക്കേണ്ട ആവശ്യമുണ്ട്. സ്റ്റോക്കിനായിട്ട് വേണ്ടുന്ന സാധനങ്ങൾ ഇനി പറയുന്നവയാണ്. ഞാനിവിടെ 1 പിടി മല്ലി എടുത്തിട്ടുണ്ട്, 1 സവാള അരിഞ്ഞത് എടുത്തിട്ടുണ്ട്, 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2 സ്പൂൺ ജീരകം, 1 സ്പൂൺ പെരുംജീരകം, ഹോൾ സ്പൈസസുകൾ, ഇഞ്ചി, തോലോടുകൂടി വെളുത്തുള്ളി. ഇനി നമുക്ക് സ്റ്റോക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കറാണ് എടുത്തേക്കുന്നത്. കുക്കറിനടുത്ത് ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം മേൽപ്പറഞ്ഞ മസാലകളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ വേകുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഈ അതേ ഗ്ലാസ്സിൽ തന്നെയാണ് ഞാൻ അരിയും അളന്നെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ഞാനിവിടെ 2 സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പ് കുറച്ച് അധികമായിരുന്നാലേ സ്റ്റോക്കിന് നല്ല ടേസ്റ്റ് കാണുകയുള്ളൂ. ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് 2 വിസിൽ കേൾപ്പിക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റോക്ക് റെഡിയാവും. അതിനുശേഷം മസാലകളിൽ നിന്നും സ്റ്റോക്ക് വേർതിരിച്ചെടുക്കാവുന്നതാണ്. ഇങ്ങനെ അരിച്ചു വെച്ച സ്റ്റോക്കും മസാലകളിൽ നിന്ന് മാറ്റി വെച്ച ചിക്കനുമാണിത്. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് പുലാവ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. ഇത് 40 രൂപയുടെ ബസ്മതി റൈസാണ്. അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വച്ചിട്ടുള്ളതാണ്. ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ 1 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. അതാണ് ഇതിൻ്റെ കണക്ക്. ഇനി നമുക്ക് പുലാവിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 സവാള അരിഞ്ഞത്, മല്ലിയില വേണം, പട്ട, ഗ്രാമ്പൂ വേണം, ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ ചതച്ച കൂട്ടും വേണം. ഇനി നമുക്ക് വേണ്ടത് എണ്ണയാണ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ എടുത്താലും മതിയാകും. ഇനി നമുക്കൊരു കുക്കർ ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് 1/2 കപ്പോളം എണ്ണ ഒഴിക്കുക. അതിനകത്തേക്ക് ഗ്രാമ്പൂ, പട്ട, അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി, ചതച്ച കൂട്ട് എന്നിവ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് വഴറ്റുക. ബ്രൗൺ ആകേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് നേരം വഴറ്റേണ്ടി വരും. ഒരു 5 മിനിറ്റെങ്കിലും എടുക്കേണ്ടി വരും. ഇനി നമുക്ക് ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റുക. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ പുലാവാണ്. അധികം മസാലകളൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി അരിയുടെ കണക്ക് ഞാൻ ഒന്നുകൂടെ പറയാം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തേക്കുന്നത്. വെള്ളം എന്ന് ഉദ്ദേശിച്ച സ്റ്റോക്കിനെയാണ്. സ്റ്റോക്ക് അഥവാ നിങ്ങൾക്ക് കുറവാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം, ചൂടുവെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ടതിന് ശേഷം സ്റ്റോക്ക് ഒഴിക്കാം. അരി ഓയിലിൽ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനോട് നമുക്ക് സ്റ്റോക്ക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. സ്റ്റോക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നേരത്തെ സ്റ്റോക്കിൽ നന്നായിട്ട് ഉപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ. നേരത്തെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഉപ്പിട്ടാൽ മതി. ഉപ്പെല്ലാം നോക്കിയതിന് ശേഷം അടച്ചു വെച്ച് 1 വിസിൽ വരെ വേവിക്കുക. ശേഷം തീ ഓഫ് ചെയ്യുക. സ്റ്റീമെല്ലാം പോയതിന് ശേഷം തുറന്ന് നോക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ അഫ്ഗാനി ചിക്കൻ പുലാവ് റെഡി ആയിട്ടുണ്ടാവും. ഗ്യാസ് ഓഫ് ചെയ്യുക. സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. കണ്ടോ, നമ്മളെ പുലാവ് റെഡി ആയിട്ടുണ്ട്. അരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഇളക്കി നോക്കാം. ചിക്കനും നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട് ചിക്കനൊക്കെ. അപ്പോൾ നമ്മുടെ അഫ്ഗാനി സ്റ്റൈൽ ചിക്കൻ പുലാവ് റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഇല വെച്ച് പുലാവിനെ അലങ്കരിക്കാം. കണ്ടോ, കാണാൻ തന്നെ വളരെ ഭംഗിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ടേസ്റ്റും ഉണ്ട്. മസാലയൊന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു പുലാവാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.